വെൽക്കം ടു രാധികാസ്. ഇന്ന് ഞാൻ ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വിഷു അല്ലേ, വിഷുവിൻ്റെ സ്പെഷ്യലാണ്. കണിക്കൊന്ന ഡിസൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് സെറ്റ് മുണ്ടാണ് കേട്ടോ. നമ്മൾ ഇതിനെ കസവ് ഒന്നുമില്ല, കരിയും കസവ് ഒന്നുമില്ല, പ്രിൻ്റ് മാത്രമേ ഉള്ളൂ ഇതിൽ. ഇത് മുണ്ടാണ്. മുണ്ടിൽ നമുക്ക് കരയിൽ 4 ഇഞ്ച് വീതിയിലാണ് ഈ ഡിസൈൻ വരുന്നത്. കണിക്കൊന്ന ഫ്ലവർ മാത്രമാണിത്, ഫ്ലവറും ലീഫും മാത്രം. താഴത്തെ പോർഷനിലും സെയിം അതേപോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരിയതിൽ ടാസിൽസ് ഡബിൾ ഷെയ്ഡിൽ ടാസിൽസ് വരുന്നുണ്ട്, യെല്ലോവും ഗ്രീനും കൂടിയിട്ട്. ഇത് സാധാരണത്തെ നേരിയതിൽ ഉള്ള പോലെ തന്നെ 4 ഭാഗത്തും ഈ ഡിസൈൻ ഉണ്ടാവും. പിന്നെ വരുന്നത് സാരിയാണ്. സാരിയിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കണിക്കൊന്ന ഡിസൈനാണ്. സാധാരണ കൊന്നപ്പൂ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇപ്രാവശ്യം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൂടെ അയൽപ്പീലിയും കൂടി കയറ്റിയിട്ടുണ്ട് വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. ഇത് പല്ലുവാണ്. പിന്നെ ബോഡിയിൽ നമുക്ക് ഫുള്ളും ഇതുപോലെ ഡിസൈന് താഴത്തെ ഭാഗത്ത് ഫുള്ളുണ്ടാവും, മോൾ ഭാഗത്ത് കാണുന്ന ഭാഗത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ അതിൻ്റെ ബോർഡറിൽ ഓരോ ഫ്ലവർ, കണിക്കൊന്നയുടെ ഓരോ ഫ്ലവർ ബോർഡറിൽ 3 ഇഞ്ച് വീതിയാണ് ബോർഡർ. കൊന്നപ്പൂ. അപ്പം ഇതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ സെറ്റ് മുള്ളിൽ കാണിച്ച പോലെ തന്നെ സാരിയിലത്തെ ഡിസൈനാണ്. കോട്ടൺ സാരിയാണ്. 3 ഇഞ്ച് കോട്ടൺ സാരിയിൽ ഞാൻ സെറ്റ് മുള്ളിൽ കാണിച്ച ആ കൊന്നപ്പൂവിൻ്റെ പൂക്കൾ മാത്രമുള്ള ഡിസൈനാണ്. ഇത് പല്ലുവാണ്. ബോഡിയിൽ നമുക്ക് 2 ഭാഗത്തും വരും, ബോഡിയിൽ ഫുള്ളുണ്ടാവും. അപ്പം ഇത് കോട്ടണിലുണ്ട്. പിന്നെ നമുക്ക് റോസ് കോപ്പർ ടിഷ്യൂ റോസ് കോപ്പർ സാരിയിലുണ്ട്. പിന്നെ ഗോൾഡൻ ടിഷ്യൂ സാരിയിലും സെയിം ഡിസൈൻ ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും ഡിസൈൻസാണ് നമ്മുടെ കണിക്കൊന്ന ഡിസൈനിൽ വരുന്നത്. പിന്നെ ഇത് ഞാനിപ്പോൾ ഈ കാണിച്ച ഈ ഡിസൈന് നമുക്ക് വിഷു കഴിഞ്ഞാലും, ചിലവർക്ക് വിഷു കഴിഞ്ഞാൽ കണിക്കൊന്ന സാരി ഉടുക്കാൻ കുറച്ച് മടിയുണ്ടാവും. ഇപ്പം ഈ ഡിസൈൻ ആകുമ്പോൾ നമുക്ക് വിഷു കഴിഞ്ഞാലും യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അതിൽ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. താങ്ക് യു സോ മച്ച്.